ഇത്തവണ എത്തുന്നതിന് മുമ്പ് ഒരു ഡീപ് ക്ലീനിങ് ചെയ്യുമല്ലോ എല്ലായിടത്തും. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് കേട്ടോ നിധികുംഭം പോലെ എൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന യൂസ് ചെയ്യാത്ത കുറേ പാത്രങ്ങൾ കണ്ടത്. ഞാനെല്ലാം കൂടെ പിറക്കി കെട്ടി നമ്മുടെ ചാലയിലുള്ള MRT കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തു. എല്ലാവരെ പോലെ ഞാനും നോൺ സ്റ്റിക് ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. ഓയിൽ കൺസപ്ഷൻ കുറവാണ്, പിന്നെ ക്ലീനിങ് ഒക്കെ എളുപ്പമാണല്ലോ. പക്ഷെ ട്രൈപ്ലേയുടെ കടായി വന്ന സമയം തൊട്ട് ഒരെണ്ണം മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഇപ്രാവശ്യം എടുത്ത നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കൂടെ ട്രൈപ്ലേയുടെ ഒരു കടായും കൂടെ ഞാൻ മേടിച്ചേ. സംഭവം കണ്ട ഒരു നോർമൽ സ്റ്റീൽ കടായിയുടെ ലുക്ക് ആണെങ്കിലും അകമൊക്കെ പ്രീ സീസൺ ചെയ്തൊരു ഫീലാണ് കേട്ടോ വരുന്നത്. കൂടാതെ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫുഡൊക്കെ അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കടായി ഞാൻ ഉദ്ഘാടിച്ച് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാണ് കേട്ടോ. യൂഷ്വലി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചൊരു ചളകളോ ആവുമല്ലോ. സത്യത്തിൽ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ അത്ര പെർഫോമൻസ് ഇല്ലെങ്കിലും ഒരു എബോ ആവറേജ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ചിലപ്പോൾ ആദ്യം തന്നെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയതിന്റെ ഇംപ്രഷൻ ആയിരിക്കും കേട്ടോ. ഈ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും പാത്രം നല്ലോണം ഒന്ന് മയങ്ങുമല്ലോ, അപ്പൊ കുറച്ചുകൂടെ അടിപൊളിയായി. പിന്നെ ഉപ്പുമാവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും പാലും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. ബൈ.